അപ്പോൾ നല്ലൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയെടുത്താലോ. സ്റ്റവ് കത്തിച്ചിട്ട് ഒരു കുക്കർ വെച്ച് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, 3 സവാള അരിഞ്ഞെടുത്തത്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തോളി. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ബിരിയാണി മസാല ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 കിലോ ബീഫും കൂടി എടുത്തിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം പറഞ്ഞു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 8 വിസിലോടെ അടുപ്പിച്ചെടുത്തോളി. പിന്നെ 1/4 കിലോ കപ്പ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കാം. പിന്നെ സ്റ്റവ് കത്തിച്ചിട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു മുറി തേങ്ങ ചുരണ്ടിയത്, ഒരു 2 കറിവേപ്പില കൂടി എടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് ഊറ്റിയെടുത്ത കപ്പ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലേക്ക് വറുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുത്തോളി. പിന്നെ 1/2 ടീസ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. പിന്നെ അടച്ചു വെച്ച് 2 മിനിറ്റ് ദമ്മ് കയറ്റിയതിന് ശേഷം കപ്പൊക്കെ ഒന്ന് കുത്തി ഉടച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അടിപൊളി കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ.